35 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള മംഗോളിയയുടെ തലസ്ഥാനമാണ് ഉലാൻ ബാത്താർ നഗരം. ഈ 35 ലക്ഷത്തിന്റെ 1/3 താമസിക്കുന്നത് ഉലാൻ ബാത്താറിലാണെന്ന് പറയുമ്പോൾ ഈ നഗരത്തിനുള്ള സാമ്പത്തിക രാഷ്ട്രീയ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാകും. മംഗോളിയയിലെ വ്യവസായങ്ങൾ ഭൂരിഭാഗവും കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഇവിടെയാണ്. കൂടാതെ രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പകുതിയോളം നടക്കുന്നതും ഉലാൻ ബാത്താറിൽ തന്നെ. നമ്മുടെ നാട്ടിലെ ഒരു ജില്ലാ ആസ്ഥാനത്തിന്റെ വലിപ്പമേ ഈ നഗരത്തിനുള്ളൂ. അടുത്ത കാലത്തായി ടൂറിസം മേഖലയിൽ നഗരം വലിയ വളർച്ചയാണ് കൈവരിച്ചിട്ടുള്ളത്. ഇന്ന് ലക്ഷക്കണക്കിന് സഞ്ചാരികൾ വർഷം തോറും ഉലാൻ ബാത്താറിൽ എത്തുന്നു. പുൽമേടുകൾ നിറഞ്ഞ ഗോബി മരുഭൂമിയാണ് ഇവിടേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാന ഘടകം. അതുകൊണ്ട് തന്നെ നഗരത്തേക്കാൾ സമീപ പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കാൻ ആളുകൾ താൽപര്യം പ്രകടിപ്പിക്കുന്നു. പോകാം ഉലാൻ ബാത്താറിന്റെ കാഴ്ചകളിലേക്ക്. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് ഉലാൻ ബാത്താർ നഗരത്തിലെ പ്രധാനപ്പെട്ട 8 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം ഗന്ധൻ ടെക്സിൻലൻ മൊണാസ്റ്ററി, തുടർന്ന് സുഖ്ബാത്താർ സ്ക്വയർ, പിന്നെ ബോധ്ഖാൻ പാലസ് മ്യൂസിയം, അടുത്തത് തൂൾ നദി, തുടർന്ന് സെയ്സാൻ മോണുമെന്റ്, അവിടെ നിന്നും ഗർ ക്യാമ്പ്, പിന്നെ ചെങ്കിസ് ഖാൻ സ്റ്റാച്യു കോംപ്ലക്സ്, അവസാനമായി തെരൽജ് നാഷണൽ പാർക്ക്. ഗന്ധൻ എന്ന പേരിൽ പ്രസിദ്ധമായ ഗന്ധൻ ടെക്സിൻലൻ ബുദ്ധസന്യാസി മഠത്തിൽ നിന്നും യാത്ര ആരംഭിക്കാം. മംഗോളിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതകേന്ദ്രങ്ങളിൽ ഒന്നാണിത്. കമ്മ്യൂണിസ്റ്റ് ഭരണം നിലവിൽ വന്നപ്പോൾ പ്രവർത്തനം നിലച്ചുപോയ മൊണാസ്റ്ററി സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം വീണ്ടും സജീവമാവുകയായിരുന്നു. ചൈനീസ് ആർക്കിടെക്ചറിലുള്ള ഒരു കൂട്ടം നിർമ്മിതികൾ ഉൾപ്പെടുന്ന സമുച്ചയമാണിത്. ക്ഷേത്രങ്ങൾ, സന്യാസി മഠങ്ങൾ, ലൈബ്രറി എന്നിവയൊക്കെ കോംപ്ലക്സിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഉയരമേറിയ നിർമ്മിതിയാണ് പ്രധാന ക്ഷേത്രം. പ്രസിദ്ധമായ അവലോകിതേശ്വര വിഗ്രഹം ഈ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. 26.5 മീറ്റർ ഉയരമുള്ള പ്രതിമ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആരാധനാ വിഗ്രഹങ്ങളിൽ ഒന്നാണ്. സ്വർണം പൂശി തയ്യാറാക്കിയിട്ടുള്ള വിഗ്രഹത്തിൽ വിലപിടിപ്പുള്ള രത്നക്കല്ലുകളും പതിച്ചിട്ടുണ്ട്. 1930കളിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം മംഗോളിയയിലെ ആരാധനാലയങ്ങൾ കൂട്ടത്തോടെ നശിപ്പിച്ചപ്പോൾ ഗന്ധൻ മൊണാസ്റ്ററിയെ ഒഴിവാക്കിയിരുന്നു. എങ്കിലും അവഗണന മൂലം നശിച്ച നിർമ്മിതികൾ 1990കളിൽ പുതുക്കി പണിയുകയാണ് ഉണ്ടായത്. ആയിരക്കണക്കിന് പ്രാവുകൾ ഈ മുറ്റത്തിനു ചുറ്റും സ്വതന്ത്രമായി പറന്നു നടക്കുന്നു. ഇവയ്ക്ക് ഭക്ഷണം നൽകുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു ചടങ്ങാണ്. ടൂറിസ്റ്റുകൾക്ക് രസകരമായൊരു വിനോദവും. ഇനി കാണേണ്ടത് നഗരത്തിന്റെ കേന്ദ്രമെന്ന് പറയാനാവുന്ന സുഖ്ബാത്താർ ചത്വരമാണ്. റഷ്യയ്ക്ക് റെഡ് സ്ക്വയർ പോലെയും ചൈനയ്ക്ക് ടിയാനൻമെൻ സ്ക്വയർ പോലെയും ഒക്കെയാണ് മംഗോളിയയ്ക്ക് സുഖ്ബാത്താർ സ്ക്വയർ. മംഗോളിയൻ ദേശീയതയുടെ അടയാളങ്ങളിൽ ഒന്ന്.
പാർലമെന്റ് മന്ദിരം പ്രവർത്തിക്കുന്നത് ചത്വരത്തിന്റെ ഒരു വശത്താണ്. കൂടാതെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അടക്കമുള്ള പ്രധാനപ്പെട്ട ഭരണ സ്ഥാപനങ്ങളും ഇവിടെ കേന്ദ്രീകരിച്ചിരിക്കുന്നു. നഗരത്തിലെത്തുന്ന ടൂറിസ്റ്റുകളും സമയം ചിലവഴിക്കാനായി നഗരവാസികളും ഒത്തുകൂടുന്ന ഇടമാണിത്. സുഹൃത്തുക്കളുമൊത്ത് കുശലം പറഞ്ഞിരിക്കുന്ന യുവജനങ്ങളെയും വൃദ്ധരെയുമൊക്കെ ഇവിടെ കാണാനാകും. ഉത്സാഹഭരിതമായ ഒരു അന്തരീക്ഷമാണ് ജനങ്ങളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. രാജ്യത്തിന്റെ ചരിത്രത്തെ സൂചിപ്പിക്കുന്ന പ്രതിമകൾ, ഇൻസ്റ്റലേഷനുകൾ എന്നിവയൊക്കെ ചത്വരത്തിൽ പലയിടങ്ങളിലായുണ്ട്. മധ്യത്തിലായി സ്ഥാപിച്ചിട്ടുള്ള ദാംദിൻ സുഖ്ബാത്താറിന്റെ പ്രതിമയാണ് ഇതിൽ പ്രധാനം. മംഗോളിയൻ വിപ്ലവത്തിന് നേതൃത്വം വഹിച്ച പോരാളിയാണ് അദ്ദേഹം. മംഗോളിയൻ വിപ്ലവത്തിന്റെ പ്രധാന കേന്ദ്രവും ഈ ചത്വരം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായും സ്ക്വയറിന് പ്രാധാന്യമുണ്ട്. പതിവായി പ്രകടനങ്ങൾ നടക്കുന്ന ഒരിടമാണിത്. ദേശീയ പ്രാധാന്യമുള്ള വിശേഷ ദിനങ്ങളിൽ പ്രധാനമന്ത്രി അടക്കമുള്ള ഉന്നതർ പങ്കെടുക്കുന്ന ചടങ്ങുകൾ അരങ്ങേറുന്നതും ഈ സ്ക്വയറിലാണ്. ചത്വരത്തിനു ചുറ്റുമുള്ള മന്ദിരങ്ങളിൽ പാർലമെന്റ് കെട്ടിടമാണ് ഏറ്റവും പ്രൗഢം. പാർലമെന്റിനുള്ളിലെ പ്രധാന ആകർഷണം ചെങ്കിസ് ഖാന്റെ പ്രതിമയാണ്. നൂറ്റാണ്ടുകൾക്കിപ്പുറവും മംഗോളിയക്കാരുടെ ദേശീയ നേതാവെന്ന ചെങ്കിസ് ഖാന്റെ പ്രതിച്ഛായയ്ക്ക് ഇന്നും ഒരു കോട്ടവും തട്ടിയിട്ടില്ല. കല്യാണമടക്കമുള്ള പ്രധാന ചടങ്ങുകൾക്ക് ശേഷം ഇവിടെ എത്തി പ്രതിമ പശ്ചാത്തലമാക്കി ഫോട്ടോ എടുക്കുന്നത് ഉലാൻ ബാത്താറിലെ ഒരു പതിവ് ചടങ്ങാണ്. ഗവൺമെന്റ് വകുപ്പുകളുടെ മന്ത്രാലയങ്ങളും വലിയ കമ്പനികളുടെ ആസ്ഥാനങ്ങളുമടക്കം നിരവധി സ്ഥാപനങ്ങൾ സ്ക്വയറിനു ചുറ്റുമായി പ്രവർത്തിക്കുന്നുണ്ട്. മ്യൂസിയങ്ങളാണ് മറ്റൊന്ന്. മംഗോളിയൻ നാഷണൽ മോഡേൺ ആർട്ട് ഗാലറി, നാഷണൽ ഹിസ്റ്ററി മ്യൂസിയം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന പ്രദർശന കേന്ദ്രങ്ങൾ. രാജ്യത്തിന്റെ സാംസ്കാരിക ചരിത്രവും രാഷ്ട്രീയ ചരിത്രവും ഈ മ്യൂസിയങ്ങളിൽ വിവരിക്കുന്നു. മംഗോളിയയുടെ നാഷണൽ ഓപ്പറ ഹൗസും സ്ഥിതി ചെയ്യുന്നത് ഈ സ്ക്വയറിലാണ്. ക്ലാസിക് ശൈലിയിലുള്ള ഈ മന്ദിരം മനോഹരമായൊരു കാഴ്ച കൂടിയാകുന്നു. അടുത്തതായി ബോദ്ഖാൻ പാലസ് മ്യൂസിയമാണ്. മംഗോളിയയുടെ അവസാന രാജാവായിരുന്ന ബോദ്ഖാന്റെ വിന്റർ പാലസ് ആയിരുന്ന സമുച്ചയം. ഇന്ന് കൊട്ടാരം ഒരു മ്യൂസിയമാക്കി മാറ്റിയിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് പാലസ് നിർമ്മിച്ചത്. നൂറ്റാണ്ടുകൾക്കിപ്പുറവും കാര്യമായ തകരാറുകളൊന്നുമില്ലാതെ നിർമ്മിതി സംരക്ഷിച്ചിരിക്കുന്നു. മംഗോളിയൻ, ചൈനീസ്, ടിബറ്റൻ ആർക്കിടെക്ചറുകളുടെ ഒരു സമ്മേളനം രൂപകൽപ്പനയിൽ കാണാനാകും. നിരവധി മന്ദിരങ്ങൾ പാലസ് കോംപ്ലക്സിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ പ്രധാനം മെയിൻ പാലസ് ആണ്. ബോദ്ഖാനും പത്നിയും വസിച്ചിരുന്ന ഇടം. കൊട്ടാരത്തിന്റെ കാഴ്ചകൾക്ക് പുറമെ ഒരു പുരാവസ്തു പ്രദർശനവും കൊട്ടാരത്തിൽ ഒരുക്കിയിട്ടുണ്ട്. പല കാലങ്ങളിലായി ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളുടെ ശേഖരമാണ് ഇതിലൊരു വിഭാഗത്തിൽ. മംഗോളിയയുടെ സാംസ്കാരിക പാരമ്പര്യം ഓർമ്മിപ്പിക്കുന്ന മനോഹരമായൊരു പ്രദർശനം. രാജകുടുംബത്തിന്റെ ശേഖരത്തിലുണ്ടായിരുന്ന കലാസൃഷ്ടികൾ, പുരാതന രേഖകൾ എന്നിവയും പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷേത്രങ്ങളാണ് സമുച്ചയത്തിലെ മറ്റൊരു കാഴ്ച. ബുദ്ധന്റെ സ്വർണ്ണവർണ്ണത്തിലുള്ള പ്രതിമകൾ പ്രതിഷ്ഠിച്ചിട്ടുള്ള നിരവധി ക്ഷേത്രങ്ങൾ കോമ്പൗണ്ടിൽ കാണാം. ബോഗ്ദ്ഖാൻ മ്യൂസിയത്തിലെ പ്രധാനപ്പെട്ട കാഴ്ചകളിൽ ഒന്നാണ് പീസ് ഗേറ്റ് എന്ന വലിയ കവാടം.
സങ്കീർണവും അതിമനോഹരവുമായ കൊത്തുപണികളാൽ ഗംഭീരമാക്കിയ ഗേറ്റ് കടും നിറങ്ങൾ പൂശി കൂടുതൽ ഗംഭീരമാക്കിയിരിക്കുന്നു. ഇനി നമുക്ക് മംഗോളിയക്കാരുടെ പുണ്യനദിയായ തൂൾ റിവർ കാണാം. ഉലാൻബാത്താർ നഗരത്തിലൂടെ ഈ നദി കടന്നുപോകുന്നു. വടക്ക് കിഴക്കൻ മംഗോളിയയിലെ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി പുൽമേടുകളിലൂടെയും മറ്റും ഒഴുകിയാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഗോബി മരുഭൂമിയിൽ മനോഹരമായ ദൃശ്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നദി കടന്നുപോകുന്നു. മംഗോളിയൻ സംസ്കാരവുമായി ഇഴചേർന്ന ബന്ധമുള്ള നദിയുടെ തീരത്ത് നിരവധി സ്മാരകങ്ങളും ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട്. കൂടാതെ ടൂറിസം മേഖലയിലും തൂൾ നദി പ്രസിദ്ധമാണ്. നദിയുടെ കാഴ്ചകൾ ആസ്വദിക്കുന്നതിനൊപ്പം വിവിധങ്ങളായ ആക്ടിവിറ്റികളിലും ഏർപ്പെടാനാകും. കയാക്കിംഗ് ആണ് അതിലൊന്ന്. ശാന്തമായ ജലപ്പരപ്പിലൂടെ കാഴ്ചകൾ കണ്ടുകൊണ്ട് തുഴയുന്നത് രസകരമായ അനുഭവമാണ്. കയാക്കിംഗ് പാക്കേജുകൾ നടത്തുന്ന കമ്പനികളുടെ സഹായത്തോടെ ഉൾപ്രദേശങ്ങളിലും ആക്ടിവിറ്റിയിൽ ഏർപ്പെടാനാകും. അല്പം സാഹസികത താൽപ്പര്യമുണ്ടെങ്കിൽ ഒഴുക്കുള്ള ഇടങ്ങളും തെരഞ്ഞെടുക്കാം. തെരൽജ് നാഷണൽ പാർക്കിനുള്ളിലൂടെയും നദി കടന്നുപോകുന്നുണ്ട്. ഇവിടെ നദിക്കരയിൽ ഹൈക്കിംഗ് ഉൾപ്പെടെയുള്ള വിനോദങ്ങളിൽ ഏർപ്പെടാം. നദിയുടെ തീരമായതിനാൽ ധാരാളം വന്യമൃഗങ്ങളെയും യാത്രക്കിടയിൽ കാണാനാകും. ഗോബി മരുഭൂമിയിൽ സസ്യങ്ങളും മറ്റും വളരുന്നത് നദിയുടെ കരയിലായതിനാൽ പ്രകൃതി ഭംഗിയുള്ള സ്പോട്ടുകൾക്കും തൂൾ പ്രസിദ്ധമാണ്. അതിനാൽ പിക്നിക്കിനായും ധാരാളം ആളുകൾ നദീതീരത്തെത്തുന്നു. മലേഷ്യ, തായ്ലാന്റ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ വീരചരമം പ്രാപിച്ച മംഗോളിയൻ ഭടന്മാരുടെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച സ്മാരകമാണ് ഇനി സന്ദർശിക്കേണ്ടത്. സെയ്സാൻ മെമ്മോറിയൽ. സോവിയറ്റ് യൂണിയനും മംഗോളിയയ്ക്കും ഇടയിൽ നിന്ന ഊഷ്മളമായ സൗഹൃദത്തെയും സെയ്സാൻ മെമ്മോറിയലിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളുടെയും സൈനികരെ ഒരുപോലെ ആദരിച്ചുകൊണ്ടാണ് സ്മാരകം വിഭാവനം ചെയ്തിട്ടുള്ളത്. സെയ്സാൻ സ്മാരകം ഉലാൻബാത്താർ നഗരത്തിന്റെ തെക്കുഭാഗത്തുള്ള കുന്നിന്റെ മുകളിലായി സ്ഥിതി ചെയ്യുന്നു. താഴ്വാരത്ത് നിന്നും 612 പടവുകൾ കയറി വേണം ഇവിടേക്ക് എത്താൻ. നിലവിൽ കുന്നിന്റെ പകുതിയോളം വരെ റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. പാത അവസാനിക്കുന്ന ഇടത്തു നിന്നും 300ഓളം പടികൾ കയറിയാൽ മതിയാകും. സോവിയറ്റ് യൂണിയൻ സമ്മാനിച്ച ഒരു യുദ്ധ ടാങ്ക് ഇവിടെ കാണാം. കുന്നിന്റെ മുകളിൽ വൃത്താകൃതിയിലുള്ള പ്ലാറ്റ്ഫോം നിർമ്മിച്ചാണ് മെമ്മോറിയലിന്റെ നിർമ്മാണം. ഒരു ശില്പവും വൃത്താകൃതിയിലുള്ള ഫലകവും നെരിപ്പോടും സ്മാരകത്തിൽ ഉൾപ്പെടുന്നു. കൊടിയുമേന്തി മുന്നേറുന്ന സൈനികന്റെ രൂപമാണ് ശില്പത്തിന് നൽകിയിട്ടുള്ളത്. ഫലകത്തിന്റെ ഉൾഭാഗത്ത് മനോഹരമായ ചിത്രങ്ങളായും പുറംഭാഗത്ത് കൊത്തുപണികളായും ചരിത്രം സൂചിപ്പിച്ചിട്ടുണ്ട്. മംഗോളിയയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിലെ നിർണായക മുഹൂർത്തങ്ങളാണ് ഈ സൃഷ്ടികളുടെയെല്ലാം വിഷയം. മധ്യത്തിലുള്ള അണയാത്ത ജ്വാല സൈനികർക്കുള്ള ആദരമാണ്. ഇനി പോകുന്നതൊരു ക്യാമ്പ് സൈറ്റിലേക്കാണ്. മരുഭൂമിയിലെ താഴ്വരയിൽ ഷൂറൻ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ടൂറിസ്റ്റ് സെന്റർ.
പുൽമേടുകളിലൂടെ കിലോമീറ്ററുകളോളം യാത്ര ചെയ്തു വേണം ക്യാമ്പിലെത്താൻ. വാഹനങ്ങൾ തുടർച്ചയായി ഓടിത്തെളിഞ്ഞ മൺപാതകളാണ് ഇവിടെയുള്ളത്. പരന്നുകിടക്കുന്ന പ്രദേശത്തുകൂടി പരിചയമുണ്ടെങ്കിൽ മാത്രമേ വഴി തെറ്റാതെ സഞ്ചരിക്കാനാകൂ. താഴ്വരയിലെ ഒരൊറ്റപ്പെട്ട സ്ഥാനത്താണ് ഷൂറൻ കമ്പനിയുടെ ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ടൂറിസ്റ്റുകൾക്കായി യുർട്ടുകൾ എന്ന് പ്രാദേശികമായി അറിയപ്പെടുന്ന കൂടാരങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. രാത്രിയിൽ യുർട്ടിൽ കിടന്നുറങ്ങാം. ക്യാമ്പിലെ റെസ്റ്റോറന്റ് അടക്കമുള്ള സൗകര്യങ്ങൾ പ്രവർത്തിക്കുന്നത് ആധുനിക മന്ദിരങ്ങളിലാണ്. മംഗോളിയൻ ശൈലിയിൽ ഭക്ഷണവും പാനീയങ്ങളും ഇവിടെ നിങ്ങൾക്ക് ആസ്വദിക്കാം. സൂര്യാസ്തമയവും സൂര്യോദയവുമാണ് ക്യാമ്പിലെ പ്രധാനപ്പെട്ട പ്രകൃതി ദൃശ്യങ്ങൾ. പരന്നുകിടക്കുന്ന പുൽമേടുകൾക്കും ഉയർന്നു നിൽക്കുന്ന മലകൾക്കുമിടയിലൂടെ സൂര്യൻ ഉണരുന്നതും മറയുന്നതുമെല്ലാം അതിമനോഹരമായ കാഴ്ചാനുഭവമായി മാറുന്നു. മംഗോളിയൻ ഇടയന്മാരുടെ ജീവിതം അടുത്തറിയാനാകുമെന്നതാണ് ക്യാമ്പുകളുടെ മറ്റൊരു പ്രത്യേകത. പുൽമേടുകളിൽ പലയിടങ്ങളിലായി കുതിര, ആട്, യാക്ക് തുടങ്ങിയ ജീവികളെ വളർത്തി ജീവിക്കുന്ന ഇടയന്മാരുടെ യുർട്ടുകൾ കാണാനാവും. മധ്യത്തിലായി പാചകം ചെയ്യാനുള്ള അടുപ്പും ചുറ്റും കിടക്കാനും ഇരിക്കാനുമുള്ള സൗകര്യങ്ങളും. ഇതാണ് ഒരു യുർട്ടിന്റെ ഉൾവശത്തിന്റെ ഘടന. നൂറുകണക്കിന് ആടുകളെ പുൽമേടുകളിലൂടെ വഴിതെറ്റാതെ നയിക്കുന്നതും മേയ്ക്കുന്നതുമെല്ലാം ഇവിടെ നിന്നും കാണാം. കാഴ്ചകൾക്കപ്പുറം ഒരു ജനതയുടെ ജീവിതത്തെയാണ് ഇവിടെ നാം മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. അടുത്തതായി എഞ്ചിനീയറിംഗ് വിസ്മയമെന്ന് വിശേഷിപ്പിക്കാനാവുന്ന ഒരു മനോഹരമായ സ്മാരകമാണ് ചെങ്കിസ് ഖാൻ സ്റ്റാച്യു കോംപ്ലക്സ്. അശ്വാരൂഢനായ ചെങ്കിസ് ഖാന്റെ പടുകൂറ്റൻ പ്രതിമ ഉൾപ്പെടുന്ന സമുച്ചയം. പൂർണ്ണമായും സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർമ്മിച്ചിട്ടുള്ള പ്രതിമയാണിത്. ഐതിഹ്യമനുസരിച്ച് ചെങ്കിസ് ഖാന് ഒരു സ്വർണ്ണ ചമ്മട്ടി വരമായി ലഭിച്ച ഇടത്താണ് പ്രതിമ. ആ ചമ്മട്ടിയും കയ്യിലേന്തിയായിരുന്നു അദ്ദേഹത്തിന്റെ പിന്നീടുള്ള പോരാട്ടങ്ങൾ. ചെങ്കിസ് ഖാന്റെ വീരപരിവേഷത്തിന് യോജിക്കുന്ന ഭാവങ്ങളോടെയാണ് പ്രതിമയുടെ നിർമ്മാണം. കയ്യിൽ സ്വർണ്ണ ചമ്മട്ടിയുമായി കിഴക്ക് ദിക്കിലെ ജന്മസ്ഥാനത്തേക്ക് നോക്കി നിൽക്കും വിധമുള്ള രൂപകൽപ്പന. ദൂരെ നിന്നും കാണുമ്പോൾ തന്നെ ഈ പ്രതിമ നമ്മെ ആകർഷിക്കും. ഗോപി മരുഭൂമിയിലെ പുൽമേടുകളുടെ പശ്ചാത്തലം കാഴ്ചയെ കൂടുതൽ ഗംഭീരമാക്കുന്നു. വൃത്താകൃതിയിലുള്ള കെട്ടിടത്തിന്റെ മുകളിലാണ് പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ കെട്ടിടത്തിൽ ഒരു മ്യൂസിയവും പ്രവർത്തിക്കുന്നുണ്ട്. ചെങ്കിസ് ഖാന്റെയും മംഗോളിയൻ സാമ്രാജ്യത്തിന്റെയും ചരിത്രമാണ് പരാമർശ വിഷയം. കെട്ടിടത്തിനുള്ളിലൂടെ കടന്ന് കുതിരയുടെ കഴുത്തിലൂടെ തലയുടെ മുകളിലുള്ള ഒബ്സർവേഷൻ ഡെക്ക് വരെ എത്താനാകും. ഇവിടെ നിന്നും ചെങ്കിസ് ഖാന്റെ മുഖം കൂടുതൽ വ്യക്തതയോടെ അടുത്തു കാണാം. കാർക്കശ്യവും ക്രൂരതയും മുഖമുദ്രയായിരുന്ന ഒരു വ്യക്തിത്വത്തിന്റെ അടയാളങ്ങൾ മുഖത്ത് പ്രകടമായുണ്ട്. സ്മാരകത്തിലെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന അനുഭവവും ഇതായിരിക്കും. കുന്നുകളും താഴ്വരകളും ഇടകലർന്ന ഗോപി മരുഭൂമിയുടെ വിശാലമായ കാഴ്ചയാണ് ഇവിടെ നിന്നുള്ള മറ്റൊരാകർഷണം. ഇനിയൊരു നാഷണൽ പാർക്കിലേക്ക് പോകാം. ഗോപി മരുഭൂമിയിൽ രൂപീകരിച്ചിട്ടുള്ള തെരൽജ് ദേശീയോദ്യാനം.
ഏഷ്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് ഗോബി ഡെസേർട്ട്. കുന്നുകളും പുൽമേടുകളും നദികളുമൊക്കെയുള്ള പ്രദേശം. മരുഭൂമി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഈ പ്രദേശമെന്ന് ആദ്യ കാഴ്ചയിൽ തന്നെ മനസ്സിലാകും. മംഗോളിയൻ ഗോത്രവർഗക്കാർ ചെമ്മരിയാടുകളെയും യാക്കുകളെയും കുതിരകളെയും തെളിയിച്ച് അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്നത് ഈ മരുഭൂമിയിലൂടെയാണ്. പിന്നീട് ചെങ്കിസ് ഖാന്റെ ശ്രമഫലമായി ഗോത്രങ്ങളെ ഏകോപിപ്പിക്കുകയും മംഗോളിയൻ സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയുമായിരുന്നു. തെരൽജ് ടൗൺഷിപ്പാണ് നാഷണൽ പാർക്കിനുള്ളിലെ പ്രധാന ജനവാസ കേന്ദ്രം. ഇന്ന് ടൂറിസത്തിലൂടെ വലിയ വികസനം ഈ പ്രദേശത്തിനുണ്ടായിട്ടുണ്ട്. എങ്കിലും റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കുറവാണ്. അധികം ഉയരമില്ലാത്ത കുന്നുകൾ നിറഞ്ഞ മരുഭൂമിയുടെ ദൃശ്യങ്ങളാണ് നാഷണൽ പാർക്കിലെ പ്രധാന കാഴ്ച. ഇടയ്ക്ക് കാണുന്ന വിചിത്ര രൂപമുള്ള റോക്ക് ഫോർമേഷനുകൾ ടൂറിസ്റ്റുകൾക്ക് ഒരു രസകരമായ അനുഭവമാകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രസിദ്ധം ടർട്ടിൽ റോക്കാണ്. ആമയുടെ രൂപത്തിലുള്ള വലിയ പാറക്കെട്ട്. തെരൽജ് നാഷണൽ പാർക്കിൽ സന്ദർശിക്കേണ്ട മറ്റൊരു ഡെസ്റ്റിനേഷനാണ് ആര്യബാൽ മെഡിറ്റേഷൻ ടെമ്പിൾ. ഇതൊരു ബുദ്ധമത ആരാധനാ കേന്ദ്രമാണ്. വിശ്വാസികൾക്ക് ധ്യാനിക്കാനായി ഒരുക്കിയിട്ടുള്ള സംവിധാനം. 2 കിലോമീറ്ററോളം മലഞ്ചെരുവിലെ ഒറ്റയടിപ്പാതയിലൂടെ നടന്നു വേണം ക്ഷേത്രത്തിലെത്താൻ. ധ്യാനത്തിനുതകും വിധം വളരെ ശാന്തമായ അന്തരീക്ഷമാണെന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രധാന പ്രത്യേകത. അതോടൊപ്പം പ്രകൃതി സുന്ദരമായ കാഴ്ചകളും. തെരൽജ് നാഷണൽ പാർക്ക് വേനലിൽ സന്ദർശിക്കുന്നതാണ് ഉത്തമം. ഹരിതാഭമായ കുന്നുകളും മലകളുമെല്ലാം സമ്മറിൽ വശ്യസുന്ദരമായ കാഴ്ചകളായിരിക്കും സമ്മാനിക്കുക. യുർട്ട് എന്ന മംഗോളിയൻ വട്ടക്കൂടാരങ്ങളിൽ താമസിക്കാനും ക്യാമ്പ് ചെയ്യാനുമുള്ള സൗകര്യം പാർക്കിനുള്ളിൽ ലഭ്യമാണ്. അതോടൊപ്പം ഹോഴ്സ് റൈഡിംഗ്, ഹൈക്കിംഗ് അടക്കമുള്ള വിവിധതരം ആക്ടിവിറ്റികളിലും ഏർപ്പെടാനാകും. ടൂറിസം രംഗത്ത് സാവധാനം വളർന്നുവരുന്ന ഉലാൻബാത്താർ നഗരത്തിന്റെ കാഴ്ചകളാണ് നാം ഇപ്പോൾ കണ്ടത്. സമാനതകളില്ലാത്ത ഭൂപ്രകൃതിയും സംസ്കാരവുമാണ് ഈ നഗരത്തിന്റെ സവിശേഷതകൾ. ഗോബി മരുഭൂമിയിലെ മലനിരകളും പുൽമേടുകളും വിശാലമായ താഴ്വരകളുമൊന്നും ലോകത്ത് മറ്റൊരിടത്തും കാണാനാവില്ല. അതുപോലെ യുർട്ടുകളിലുള്ള കുടുംബജീവിതവും പുൽമേടുകളിലെ സാമൂഹിക ജീവിതവുമെല്ലാം ഈ രാജ്യത്തിന് മാത്രം അവകാശപ്പെടാനാകുന്ന പ്രത്യേകതകളാണ്. നഗരം ഇന്ന് വളർച്ചയുടെ പാതയിലാണ്. ടൂറിസത്തിന്റെ അനന്തമായ സാധ്യതകൾ പരമാവധി ചൂഷണം ചെയ്യാനും അതുവഴി രാജ്യത്തെ വികസിപ്പിക്കാനും ഭരണകൂടവും ജനങ്ങളും ഒരുപോലെ ശ്രമിക്കുന്നു.